بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وأكواب موضوعة. വചനം 14. വഅക്വാബിൻ കോപ്പകളും, മൗദൂഅ വെക്കപ്പെട്ട, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട്. ونمارق مصفوفة. അണിയായി നിരത്തിവെക്കപ്പെട്ട മെത്തത്തലയിണകളുമുണ്ട്. അണിയായി നിരത്തിവെക്കപ്പെട്ട മെത്തത്തലയിണകളുമുണ്ട്. وزرابي مبثوثة. വചനം 16. വസറാബിയു പരവതാനികളും, മബ്സൂസ വിരിക്കപ്പെട്ട, വിധാനിക്കപ്പെട്ട, വിരിച്ചു വിധാനിക്കപ്പെട്ട പരവതാനികളുമുണ്ട്. أفلا ينظرون إلى الإبل كيف خلقت. വചനം 17. അഫലാ യൻളുറൂന എന്നാൽ അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി ഒട്ടകത്തിലേക്ക്, കൈഫ എങ്ങിനെ, എപ്രകാരമാണ്, ഖുലിഖത് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. وإلى السماء كيف رفعت. വചനം 18. വ ഇലസ്സമായി ആകാശത്തിലേക്കും, കൈഫ എങ്ങിനെ, റുഫിഅത് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും. وإلى الجبال كيف نصبت. വചനം 19. വ ഇലൽ ജിബാലി മലകളിലേക്കും, കൈഫ എങ്ങനെയാണ്, നുസിബത് അത് നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും. وإلى الأرض كيف سطحت. വചനം 20. വ ഇലൽ അർദ് ഭൂമിയിലേക്കും, കൈഫ എങ്ങിനെ, സുത്തിഹത് അത് പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. ഭൂമിയിലേക്ക് അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കുന്നില്ലേ. فذكر إنما أنت مذكر. വചനം 21. ഫദക്കിർ ആകയാൽ നീ ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇന്നമ അൻത നിശ്ചയമായും നീ, മുദക്കിർ ഓർമ്മിപ്പിക്കുന്നവൻ മാത്രം, ഉപദേഷ്ടാവ് മാത്രം. അതിനാൽ നബിയെ നീ ഉപദേശിച്ചുകൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു. لست عليهم بمسيطر. വചനം 22. ലസ്ത നീയല്ല, അലൈഹിം അവരുടെ മേൽ, ബിമുസൈത്തിർ ഒരു അധികാരം നടത്തുന്നവൻ, നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല. إلا من تولى وكفر. വചനം 23. ഇല്ല ഒഴികെ, മൻ തവല്ല തിരിഞ്ഞുപോയവൻ, വകഫർ അവിശ്വസിക്കുകയും ചെയ്ത, പക്ഷേ തിരിഞ്ഞു പോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ. فيعذبه الله العذاب الأكبر. വചനം 24. ഫയുഅദ്ദിബുഹു എന്നാൽ അവനെ ശിക്ഷിക്കും, അല്ലാഹു അല്ലാഹു, അൽ അദാബൽ അക്ബർ ഏറ്റവും വലിയ ശിക്ഷ.
എന്നാൽ അവനെ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. ഇന്ന ഇലൈനാ ഇയാബഹും. വചനം 25. ഇന്ന ഇലൈന, നിശ്ചയമായും നമ്മിലേക്കാണ്, ഇയാബഹും, അവരുടെ മടങ്ങിവരവ്. നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങിവരവ്. ثم إن علينا حسابهم. വചനം 26. സുമ്മ ഇന്ന അലൈന, പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. ഹിസാബഹും, അവരുടെ വിചാരണ. പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ, അഥവാ അത് നാം നടത്തുക തന്നെ ചെയ്യും. ദുർജനങ്ങൾ ഇഹത്തിൽ വെച്ച് ചെയ്തിരുന്ന പ്രയത്നങ്ങളെല്ലാം അന്ന് പാഴായിത്തീരുന്നതാണ്. എന്നാൽ സജ്ജനങ്ങളുടെ പ്രയത്നങ്ങൾ അങ്ങനെയല്ല. അവ സൽക്കർമ്മങ്ങളും നേർമാർഗത്തിൽ അധിഷ്ഠിതമായതും ആയിരിക്കൊണ്ട് അവ മൂലം തങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങൾ കണ്ട് അവരുടെ മുഖത്ത് ആനന്ദം വിളയാടും. അതിൽ അവർക്ക് നല്ല സംതൃപ്തിയും സന്തുഷ്ടിയും ഉണ്ടാകുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള അനാവശ്യത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ വാക്കാകട്ടെ സംഭവമാകട്ടെ കേൾക്കാൻ അവിടെ അവർക്ക് ഇടവരുന്നതല്ല. അള്ളാഹു വർണ്ണിച്ചതുപോലെയുള്ള സർവവിധ സുഖാഡംബര സൗകര്യങ്ങളാൽ അനുഗ്രഹീതമായ ആ ഉന്നത സ്വർഗത്തിൽ അവർക്ക് ശാശ്വത ജീവിതം നൽകപ്പെടുകയും ചെയ്യും. തുളഞ്ഞ ബുദ്ധിയോ കവിഞ്ഞ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും സുപരിചിതവും ചിന്തിച്ചറിയുവാൻ പോരുന്നതുമായ ചില നിത്യദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ്. മേൽപോട്ടു നോക്കിയാൽ കാണുന്ന ആകാശം, നാലുപാടും നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങൾ, കീഴ്പോട്ടു നോക്കിയാൽ കാണുന്ന ഭൂമി, സുപരിചിതവും അറബികളുടെ നിത്യോപയോഗ വസ്തുവുമായ ഒട്ടകം എന്നിങ്ങനെയുള്ളവയെ ആര് സൃഷ്ടിച്ചു? ഓരോന്നും എത്ര സമർത്ഥവും കലാപരവുമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും എത്രമാത്രം പ്രയോജനകരമായ വ്യവസ്ഥയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും അടങ്ങിയ സൃഷ്ടിരഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്ന ശക്തി ഏതാണ്? എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ആലോചിച്ചു നോക്കുന്ന ഏതൊരു നിഷ്കളങ്ക ഹൃദയനും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ സർവജ്ഞത, സാർവത്രികമായ കഴിവ് ആദിയായ മഹൽ ഗുണങ്ങളെക്കുറിച്ചും ബോധം വരാതിരിക്കയില്ല. അതുവഴി പരലോകം, മരണാനന്തര ജീവിതം എന്നിവയുടെ സാധ്യത സമ്മതിക്കേണ്ടി വരികയും കൂടുതൽ അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ സംജാതമാകുകയും അങ്ങനെ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവ സ്വീകരിക്കുന്നതിന് വിഘാതം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതാ ലുമാമബിനു സാലബയുടെ റളിയല്ലാഹു അൻഹു സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മരുഭൂവാസികളായ ഒരു അറബി ഗോത്രത്തിലെ തറവനായിരുന്നു അദ്ദേഹം. മരുഭൂമികളിൽ ജീവിച്ചിരുന്ന അറബികൾ കേവലം അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്നുവെന്ന് പ്രസിദ്ധമാണ്. സംഭവത്തിന്റെ നിവേദകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എന്തെങ്കിലും അപ്രധാനമായ ചോദ്യം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മരുഭൂവാസികളിൽ ബുദ്ധിയുള്ള വല്ല മനുഷ്യനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കുന്നതും അത് കേൾക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, മുഹമ്മദേ, താങ്കളുടെ ഒരു ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താങ്കളെ അള്ളാഹു അവന്റെ റസൂലായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് താങ്കൾ വാദിക്കുന്നതായി പറഞ്ഞു. ഇത് സത്യമാണോ? തിരുമേനി, സത്യമാണ്. അദ്ദേഹം, എന്നാൽ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഭൂമി സൃഷ്ടിച്ചത് ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഈ മലകൾ നാട്ടി സ്ഥാപിച്ചതും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതും ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഈ മലകളെ നാട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളെ ദൂതനായി അഥവാ റസൂലായി അയച്ചിരിക്കുന്നത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവും പകലുമായി 5 നേരം നമസ്കരിക്കൽ ഞങ്ങൾക്കു കടമയാണെന്ന്. വാസ്തവമാണോ? തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, എന്നാൽ താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളോട് അതിനു കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഒരു സക്കാത്ത് കൊടുക്കേണ്ടുന്ന കടമയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവോ താങ്കളോട് ഇത് കൽപ്പിച്ചത്?
തിരുമേനി, അതെ. അദ്ദേഹം, ഞങ്ങളിൽ നിന്ന് പോകാൻ കഴിവുള്ളവർക്ക് ആ വീടിന്റെ അഥവാ കഅബയുടെ അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കടമയുണ്ടെന്ന് താങ്കളുടെ ദൂതൻ പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അനന്തരം ആ മനുഷ്യൻ പോകാൻ പിന്നോക്കം തിരിഞ്ഞു ഇങ്ങനെ പറഞ്ഞു: താങ്കളെ യാഥാർത്ഥ്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതല്ല, അഥവാ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അദ്ദേഹം സത്യം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിമിന്റെ നിവേദനത്തിൽ ഞാൻ ബനൂ സഅദ് ഗോത്രക്കാരനായ ളുമാമ ബിനു സഅലബയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒട്ടകത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള ക്ഷണം അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അർത്ഥവത്താകുന്നു. ഒട്ടകം അറബികളുടെ അമൂല്യ സമ്പത്താണ്. ഈ അടുത്ത കാലത്തായി പരിഷ്കൃത വാഹനങ്ങളും പുതിയ ജീവിത മാർഗങ്ങളും നിലവിൽ വന്നതോടുകൂടി ഒട്ടകത്തിന്റെ പ്രാധാന്യം അറേബ്യയിൽ കുറെയെല്ലാം കുറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാലും മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും അപ്രധാനമല്ല തന്നെ. മുൻകാലത്തെ സ്ഥിതി പറയേണ്ടതുമില്ല. അതിന്റെ പാലും മാംസവും അവരുടെ ആഹാരം, രോമം അവരുടെ വസ്ത്രം, തോലാകട്ടെ പലതരം പാത്രങ്ങളും താമസിക്കുവാനുള്ള തമ്പുകളും നിർമ്മിക്കുവാനും ഉപയോഗിക്കും. യാത്രകളിൽ സവാരിക്കും കൃഷിക്കും വെള്ളം തേവാനും ഭാരങ്ങൾ വഹിക്കുവാനും ഒട്ടകം തന്നെ. മരുക്കപ്പൽ അഥവാ സഫീനത്തു സുഹറ എന്ന പേരുകൊണ്ട് തന്നെ ഒട്ടകത്തിന്റെ പ്രയോജനത്തെപ്പറ്റി നമുക്ക് ഊഹിക്കാം. വെള്ളവും തണലുമില്ലാത്ത, മരുപ്പച്ച കാണാത്ത, കണ്ണെത്തുവാൻ കഴിയാത്ത സമുദ്രസമാനമായ മണലാരണ്യങ്ങളിൽ കൂടി ദീർഘയാത്രകൾ നടത്തുവാൻ തക്കവണ്ണം അള്ളാഹു ഒട്ടകത്തിന് കൊടുത്തിട്ടുള്ള കെൽപ്പും സവിശേഷ ശക്തിയും ആലോചിച്ചു നോക്കുക. കിട്ടിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടും. മാസത്തോളം വെള്ളം കുടിക്കാതെ കഴിഞ്ഞുകൊള്ളും. യജമാനന്റെ ഹിതമറിഞ്ഞ് സവിനയം അത് പെരുമാറും. വൻ മരുഭൂമികളിൽ സഞ്ചാരം പതിവാക്കുന്ന ഒട്ടകത്തിന് മറ്റു മൃഗങ്ങളെപ്പോലെ ദിനംപ്രതി ഭക്ഷണവും വെള്ളവും കിട്ടുവാൻ മാർഗമില്ലെന്ന് അതിന് സൃഷ്ടിച്ചു രൂപം നൽകിയ സൃഷ്ടാവിനറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന അവസരത്തിൽ കുറെ അധികം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കുവാനുള്ള ചില ഉള്ളറകൾ അള്ളാഹു അതിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിന്റെ സത്തുക്കൾ ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പത്തായവും നൽകിയിരിക്കുന്നു. അതത്രേ ഒട്ടകത്തിന്റെ പൂഞ്ഞ. മണൽപ്പൂഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി കാലുകൾ പൊക്കുമ്പോൾ ഇറുക്കിക്കൂടുകയും നിലത്തുവെക്കുമ്പോൾ വികസിച്ച് പരക്കുകയും ചെയ്യുമാറുള്ള കാലടികളും അവക്ക് നൽകിയിരിക്കുന്നു. ഒട്ടകത്തിന്റെ ക്ഷമയും സഹനവും നിസ്സീമമാണ്. കാലുകെട്ടി നിലത്തു വീഴ്ത്താതെ നിന്ന നിലയിൽ തന്നെ അതിനെ അറുത്തു വീഴ്ത്തുവാൻ അത് കഴുത്തു നീട്ടിക്കൊടുക്കും. ഇതെല്ലാം ഏതെങ്കിലും ഒരു അറബി വിദഗ്ധന്റെയോ ആഗോള ശാസ്ത്രജ്ഞന്മാരുടെയോ കണ്ടുപിടുത്തമോ ആസൂത്രണമോ അല്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രകൃതിയുടെ വികൃതിയും അല്ല. എല്ലാം സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി അതതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിയ അള്ളാഹുവിന്റെ മാത്രം പ്രവർത്തനം. ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ല ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: അറിഞ്ഞേക്കുക, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒട്ടകം അതിന്റെ ആൾക്കാരോട് മിരണ്ടോടുന്ന പ്രകാരം അള്ളാഹുവിനോട് മിരണ്ടോടിയവരൊഴികെ.